നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവളെ ഋഷിയും കുട്ടി ഇങ്ങനൊരു റിമോട്ട് ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാ. അവള് ഋഷിയെ മയക്കെടുക്കും. ടയറ് പഞ്ചറായെന്നൊക്കെ അവള് ചുമ്മാ നമ്പർ ഇടുക. എന്റെ നമ്പറിൽ ഋഷി വിളിച്ച് ചോദിച്ചതാ. ഞാൻ അബദ്ധത്തില് കുഴപ്പമില്ല മോൻ ഇങ്ങ് കൊണ്ടുവിട്ടാ മതി എന്ന് പറയുകയും ചെയ്തു. അവളെ എന്റെ മോളാന്ന് വിചാരിച്ച് ചോദിച്ചതാ. അതില് കുഴപ്പമൊന്നുമില്ല. അവള് വരുമ്പഴേ നല്ല ഫയറിംഗ് കൊടുക്കണം. രണ്ടുപേര് ഹണിമൂൺ ആഘോഷിച്ച് വരുവാന്ന് പറഞ്ഞ് നാറ്റിക്കണം. അങ്ങനെ വലുത് നടന്നു കാണൂ? ഇല്ല, പക്ഷേ അങ്ങനെ നടന്നു എന്ന് നമ്മൾ വരുത്തി തീർക്കും. അത് അവര് തമ്മിൽ കൂടുതൽ അടുക്കാൻ കാരണമാവരുത്. എല്ലാവരും അറിഞ്ഞ് നാണം കെട്ടുമെന്ന് വന്നാ ചെലപ്പോ. നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവരിങ് എത്തിക്കോളും. അനീഷേട്ടൻ കൂടെ പോയിട്ടില്ലേ? അതെ, നീ പോയി നിന്റെ കാര്യം നോക്ക്. ഞങ്ങൾ എന്ത് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. പോ. പിള്ളേരിതുവരെത്തിയില്ലേ? നീ അനീഷിനെ വിളിച്ചു നോക്കും. അവനും കൂടെ പോയിരിക്കല്ലേ അവരെ വിളിക്കാൻ. ശരി. ഭദ്രം പെണ്ണാലോചിച്ചു വന്നത് നേരായ മാർഗത്തിലൂടെയാ. ഇവിടെ ഒറ്റയ്ക്ക് ഒരുത്തനെയും വിളിച്ച് സുഖവാസത്തിന് പോയിരിക്കുന്നു. അതിനച്ഛനൊരു പരാതിയുമില്ല. ചേച്ചിക്ക് മുന്നേ അനിയത്തിയെ കെട്ടിക്കേണ്ടി വരുമെന്നാ എന്റെ പേടി. കെട്ടിക്കാൻ പ്രായമുള്ള പെങ്കൊച്ചുള്ളതാണെന്ന് ഞാൻ വിചാരിക്കില്ല. ആട്ടി വെച്ചു തരും. മുത്തശ്ശ, ഏട്ടനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ദേ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. എന്താ നിങ്ങൾ ഇത്ര താമസിച്ചത്? എന്തു പറ്റി? ഇവളുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ വീട്ടിൽ വരെ കൊണ്ടാക്കി. അതാ താമസേ. മോളെ ഗോപിയെ, നീ കാരണം ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ? ഒന്ന് പറയണ്ടെന്റെ മുത്തശ്ശ. ഒരു കസ്റ്റമറെ സൈറ്റ് കാണിക്കാൻ കൊണ്ടുപോയതാ. തിരികെ വരുന്ന വഴി അയാളുടെ കാറിന്റെ ടയർ പഞ്ചറായി. അതാ പറ്റിയത്. ശരിക്കും ഞങ്ങൾ ഇവിടെ പെട്ടുപോയി. കസ്റ്റമർ പോലും. നീ ആ ഋഷി സാറിന്റെ കൂടെ അല്ലേടി പോയത്? അയാളുടെ കൂടെ കറങ്ങാൻ പോയിട്ട് വന്നു നിന്ന് കള്ളത്തരം പറയുന്നതിൽ എന്തെങ്കിലും ഉളുപ്പുണ്ടോ നോക്ക്. ദേ, നീ എന്നെ ചോദ്യം ചെയ്യാൻ നിക്കണ്ട. മുത്തശ്ശനോ ദേവികേച്ചോ ചോദിച്ചാ ഞാൻ മറുപടി പറഞ്ഞോളാം. എനിക്ക് ഇവരെ മാത്രം ബോധിപ്പിച്ചാ മതി. മനസ്സിലായോ? അല്ല, നീ ഈ പറഞ്ഞ കസ്റ്റമറിന് സ്ഥലം കാണിക്കാൻ നിന്റെ ഓഫീസിൽ ആണുങ്ങൾ ആരുമില്ലായിരുന്നോ? ദേ, ഞാനേ ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട കാര്യമില്ല. ഇവള് ചോദിച്ചാൽ എന്താ തെറ്റ്? അഞ്ജിത നിന്റെ സഹോദരിയല്ലേ? ചോദിക്കാനുള്ള എല്ലാ അവകാശവും ഇവക്കുണ്ട്. അമ്മ അഞ്ജിത ഒന്ന് നിർത്തുന്നുണ്ടോ? രണ്ടെണ്ണത്തിന്റെ സ്വഭാവം എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിക്കഴിഞ്ഞാൽ അതും പൊക്കി പിടിച്ചോണ്ടിരിക്കും. എന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുമില്ല. നീ നിന്റെ പെണ്ണും പിള്ളെ മര്യാദ പഠിപ്പിച്ചാ മതി. എന്നോട് വേണ്ട നിന്റെ അഭ്യാസമൊന്നും. അമ്മേ, എന്ത് കാര്യത്തിനും അവസാനം എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? ഞാൻ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. നിന്നോട് ഞാൻ വല്ലതും പറഞ്ഞോ? നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെച്ചേ. ജഡ്ജി അദ്ദേഹത്തിന്റെ വിചാരണ കഴിഞ്ഞെങ്കിലേ ഈ ഉള്ള പ്രതിക്കകത്തേക്ക് പോവായിരുന്നു. നീ കൂടുതലും നെകളിക്കല്ലേ. നീ ആരുടെ കൂടെ പോയതാണെന്നും എന്തിനു പോയതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മതി, നിർത്ത്. കുറെ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ബഹളം വെക്കുന്നു. ഞാനിവിടെ നിൽക്കുന്നു എന്നുള്ള ചിന്ത പോലും ഇല്ലാതായോ? അല്ല, ഇവള് നിർത്താനല്ലടി പറഞ്ഞത്. അകത്ത് കയറി പോസുള്ളൂ തന്നെ പോകാൻ. നിന്നോട് നീ പ്രത്യേകം പറയണോ അഞ്ജലേ? കയറിപ്പൊടി. മോളെ ദേവി, നീ ഇവളെയും കൂട്ടി അകത്തേക്ക് പോ. ഗോപിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. ശരി മുത്തശ്ശ, നടക്ക. കിടക്കിളവാം. അങ്ങനെ പറയാൻ പാടില്ലല്ലോ മുത്തശ്ശ. ഈ ക്യാഷ് നിങ്ങൾ വാങ്ങിയിട്ട് വർഷം 3-4 ആയി. ഇതിപ്പോ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് തന്നെ നാണക്കേടാവുക. ശരി, അത് വിട്.
ഇത്രയും നാൾ തന്നത് സമയമല്ലേ? പറ മുത്തശ്ശ. മോനെ, ഞങ്ങള് പറയുന്നത് എന്താന്ന് വെച്ചാ, നിങ്ങൾ മിണ്ടരുത്. നിങ്ങൾക്ക് ഇവിടെ വോയിസ് ഇല്ല. ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും മിണ്ടാതെ നോക്കി നിന്നാ മതി, മനസ്സിലായ? സമയം കളയല്ലേ, പെട്ടെന്നാവട്ടെ. എടുത്തോണ്ട് വാ. ഭദ്രമുതലാളി, ദയവേത് ഇവിടെ നിന്ന് പോണം. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോളാം. ആഹാ, മിണ്ടിയല്ലോ. പിന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാ മുതലാളി എന്ന് വിളിക്കരുതെന്ന്. ഭദ്രേട്ടൻ അങ്ങനെ വിളിച്ചാ മതി. അപ്പൊ എങ്ങനാ, ക്യാഷിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നുമില്ലല്ലേ? ഒരാഴ്ച സമയം പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ക്യാഷ് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാനുമായിട്ടുള്ള കല്യാണത്തിന് ദേവിക റെഡിയാവണമെന്ന്. റെഡിയാണല്ലോ അല്ലേ? ഇന്നിപ്പോ അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജാ. വളയിടിയിൽ ചടങ്ങ്. ചെറുതായിട്ട്. എന്തായി പറഞ്ഞോ? ആ, ജസ്റ്റ് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. അമ്മയുടെ എൻട്രി ഷാർപ്പായിരുന്നു. അവനിത്തിരി ഇളക്കമുണ്ട്. മിക്കവാറും അളിയനെ തല്ലിയെന്നൊരു പേര് കൂടി കേൾക്കേണ്ടി വരും. അത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം വന്ന കാര്യം നടക്കട്ടെ. അല്ല, എന്താ നാരായണൻ നായരെ ഇത്? വീട്ടിലേക്ക് വന്നവരെ അകത്തേക്ക് ക്ഷണിക്കാനുള്ള മര്യാദ പോലും ഇല്ലല്ലോ നിങ്ങൾക്ക്. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പേ വളയിടട്ടെ. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. ഇത് എന്റെ ജീവിതം. നിങ്ങൾക്ക് തട്ടിക്കളിക്കാനുള്ളതല്ല ഇത്. എന്റെ ജീവിതം എന്റെ സ്വകാര്യമാണ്. ഞാൻ ആരെ കെട്ടണം, ഞാൻ ആരെ കെട്ടണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നിങ്ങൾക്ക് ക്യാഷ് തരാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഈ ഗുണ്ടയെ കെട്ടി ജീവിതകാലം മുഴുവൻ നരകിക്കണോ? ഞാനൊരു പെണ്ണാ, എനിക്കുണ്ടൊരു മനസ്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.